ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് ആണ് 27/2/1986. മുരളി ഡേറ്റ് 26/7/2020. മുരളി സാരം. റുഹാനി സേന കൽപ്പ് കൽപ്പ് കി വിജയി. ആത്മീയ സൈന്യം കൽപ്പകൽപ്പത്തിന്റെ വിജയികൾ. सभी रूहानी शक्ति सेना पांडव सेना रूहानी सेना सदा विजय के निश्चय और नशे में रहते हैं ना. എല്ലാ ആത്മീയ ശക്തി സൈന്യങ്ങളും പാണ്ഡവ സൈന്യങ്ങളും ആത്മീയ സൈന്യങ്ങളും സദാ വിജയത്തിന്റെ നിശ്ചയത്തിന്റെ ലഹരിയിലല്ലേ ഇരിക്കാറുള്ളത്. और कोई भी सेना जब लड़ाई करती है तो विजय की गारंटी नहीं होती. എന്നാൽ മറ്റുള്ള സൈനികർ യുദ്ധത്തിൽ പോകുമ്പോൾ ഒരിക്കലും അവരിൽ വിജയത്തിന്റെ ഉറപ്പ് ഉണ്ടാകാറില്ല. നിശ്ചയ നഹി ഹോത്താ കി വിജയ് നിശ്ചിത് ഹി ഹൈ. വിജയം നിശ്ചിതമാണ്, ഉറപ്പാണ് എന്നുള്ള നിശ്ചയം അവരിൽ ഉണ്ടാകാറില്ല. लेकिन आप रूहानी सेना शक्ति सेना सदा इस निश्चय के नशे में रहते कि ना सिर्फ अब के विजयी हैं लेकिन कल्प कल्प के विजयी हैं. എന്നാൽ നിങ്ങൾ ആത്മീയ സൈനികർ ശക്തി സൈനികർ സദാ ഈ നിശ്ചയത്തിന്റെ ലഹരിയിലായിരിക്കുന്നു. കേവലം വർത്തമാന സമയത്തിന്റെ വിജയികളല്ല, എന്നാൽ നമ്മൾ കൽപ്പകൽപ്പത്തിന്റെ വിജയികളാണ്. ഇത് നിശ്ചിതമാണ്. अपने कल्प पहले के विजय की कथाएं भी भक्ति मार्ग में सुन रहे हो. നിങ്ങളുടെ കൽപ്പം മുമ്പത്തെ വിജയത്തിന്റെ കഥകളൊക്കെ നിങ്ങൾ ഭക്തി മാർഗത്തിൽ കേട്ടു വന്നിരിക്കുന്നു. പാണ്ഡവോ के विजय की यादगार कथा अभी भी सुन रहे हो. പാണ്ഡവന്മാരുടെ വിജയത്തിന്റെ സ്മാരക കഥകളൊക്കെ ഇപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്നെ വിജയ് കെ ചിത്ര അബ് ഭി ദേഖ് രഹേ ഹോ. നിങ്ങളുടെ വിജയത്തിന്റെ ചിത്രങ്ങളെയും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഭക്തി മേ സിർഫ് അഹിംസക് കെ ബജായ് ഹിംസക് ദിഖാ ദിയ. എന്നാൽ ഭക്തിയിൽ കേവലം അഹിംസക യുദ്ധത്തിന് പകരം ഹിംസാത്മകമായിരിക്കുന്ന യുദ്ധമാണ് കാണിച്ചിരിക്കുന്നത്. റുഹാനി സേനക്കോ ജിസ്മാനി സാധാരണ സേന ദിഖാ ദിയ. ആത്മീയ സൈനികരായ നിങ്ങളെ ഒരു സാധാരണ സ്ഥൂല രൂപത്തിലുള്ള സൈനികരാക്കിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്ന വിജയ് കാ ഗായൻ അഭി ഭി ഭക്തോ ദ്വാരാ സുൻ ഹർഷിത് ഹോത്തെ ഹോ. നിങ്ങളുടെ തന്നെ വിജയത്തിന്റെ ഗായനം ഇപ്പോഴും ഭക്തരിലൂടെ കേൾക്കുകയും അത് കേട്ട് സന്തുഷ്ടരായിക്കൊണ്ടിരിക്കുന്നു. ഗായൻ ബി ഹെ പ്രഭു പ്രീത് ബുദ്ധി വിജയന്തി. ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഗായനമുണ്ട്. ഈശ്വരനോട് പ്രീത ബുദ്ധിയുള്ളവർ വിജയികൾ. വിപരീത ബുദ്ധി വിനശന്തി. വിപരീത ബുദ്ധിയുള്ളവർക്ക് വിനാശം സംഭവിക്കുന്നു. तो कल्प पहले का आपका गायन कितना प्रसिद्ध है. നോക്കൂ, കൽപ്പം മുമ്പത്തെ നിങ്ങളുടെ ഗായനം എന്തുമാത്രം പ്രസിദ്ധമാണ്. വിജയ് നിശ്ചിത് ഹോനെ കാ കാരണം നിശ്ചയ ബുദ്ധി വിജയി ഹോ. വിജയം നിശ്ചിതമാകുന്നതിന്റെ കാരണം തന്നെ നിശ്ചയ ബുദ്ധി വിജയികളാകും. ഇസ്ലിയെ മാല കോ ബി വിജയ് മാല കേത്തെ. അതുകൊണ്ട് തന്നെ മാലയുടെ ഗായനം ഇതാണ്, വിജയമാല എന്ന്. തോ നിശ്ചയ ഓർ നശ ദോനോ ഹേ ന. അപ്പോൾ ബാബ്ദാദ ചോദിക്കുകയാണ്, മക്കളിൽ ആ ഒരു നിശ്ചയവും പിന്നീട് ലഹരിയും ഉണ്ടാകാറില്ലേ? कोई भी अगर पूछे तो निश्चय से कहेंगे कि विजय तो हुई पड़ा है. അഥവാ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ വളരെ നിശ്ചയത്തോടെ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ,
വിജയം സംഭവ്യമാണ് അഥവാ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന്. സ്വപ്ന में भी ये संकल्प नहीं उठ सकता कि पता नहीं विजय होगी वा नहीं हुई पड़ी है. നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സങ്കല്പം ഉടലെടുക്കുകയില്ല, അതായത് എനിക്ക് വിജയം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. പകരം സുനിശ്ചിതമാണ് വിജയം എന്നുള്ള ഉറപ്പ് നിങ്ങളിലുണ്ട്. പാസ്റ്റ് കൽപ്പ ഭവിഷ്യക്കോ ഭി ജാനത്തെ ഹോ. നിങ്ങളുടെ കഴിഞ്ഞുപോയ കൽപ്പം കാലഘട്ടവും അതുപോലെ വരാൻ പോകുന്ന ഭവിഷ്യത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ട്. ത്രികാലദർശി ബൻ ഉസി നശേ സെ കേത്തെ ഹോ. ത്രികാലദർശികളായി അതേ ലഹരിയോടുകൂടിയാണ് നിങ്ങൾ പറയുന്നത്. സബി പക്കേ ഹോന. ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഉറപ്പുള്ളവരല്ലേ? അഗർ കോയി കഹേ ബി കി സോച്ചോ ദേക്കോ തോ ക്യാ കഹേംഗെ. ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ അഥവാ ആലോചിച്ചു നോക്കൂ, അപ്പോൾ അവർക്ക് എന്ത് മറുപടി നൽകും? അനേക് ബാർ ദേഖ് ചുക്കേ ഹേ. നിങ്ങളുടെ ഉത്തരമായിരിക്കണം ഇത് അനേക പ്രാവശ്യം കണ്ടു കഴിഞ്ഞവരാണ്. കോയി നയി ബാത് ഹോ തോ സോച്ചേ ബി ദേഖേ ബി. എന്തെങ്കിലും പുതുമയുണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതായും വരിക. യേ അനേക് ബാർ കി ബാത് അബ് റിപ്പീറ്റ് കർ രഹേ ഹെ. ഇത് അനേക പ്രാവശ്യം നടന്നുപോയ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. तो ऐसे निश्चय बुद्धि ज्ञानी तो ആത്മായി യോഗി तो ആത്മായി ഹോന. അപ്പോൾ അത്തരത്തിൽ വിജയം നിശ്ചിതമാണ് എന്ന നിശ്ചയബുദ്ധിയുള്ള ആത്മാക്കൾ ജ്ഞാനി ആത്മാക്കളും യോഗി ആത്മാക്കളുമല്ലേ? ആജ് ആഫ്രിക്ക കെ ഗ്രൂപ്പ് കാ ടേൺ ഹെ. ഇന്ന് വിശേഷമായും ആഫ്രിക്ക ഗ്രൂപ്പുകാരുടെ ടേൺ ആയിരുന്നു. ഐസേ തോ സബി അബ് മധുബൻ വാസി ഹോ. എന്നാൽ ബാബ്ദാദ പറയാണ്, നിങ്ങൾ എവിടെ നിന്ന് വന്നവരാണെങ്കിലും എല്ലാവരും മധുബനവാസികളല്ലേ? പെർമനന്റ് അഡ്രസ് തോ മധുബൻ ഹേന. ബ്രാഹ്മണരായിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും പെർമനന്റ് അഡ്രസ് മധുബനമല്ലേ? വോ തോ സേവാസ്ഥാൻ ഹെ. ബാബ്ദാദ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ എവിടെയുള്ളവരാണെങ്കിലും അത് നിങ്ങളുടെ സേവാസ്ഥാനം മാത്രമാണ്. സേവാസ്ഥാൻ ഹോ ഗയ ദഫ്തർ ലേക്കിൻ ഘർ തോ മധുബൻ ഹേന. സേവാസ്ഥാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഓഫീസ് മാത്രമാണ്, കാര്യാലയം മാത്രമാണ്. നിങ്ങളുടെ വീടെന്ന് പറയുന്നത് മധുബനമാണ്. സേവാ കെ അർത്ഥ ആഫ്രിക്ക UK ആദി ചാരോ തരഫ് ഗയേ ഹുയേ ഹോ. സേവാർത്ഥമാണ് നിങ്ങൾ ആഫ്രിക്ക UK അതോ പല സ്ഥാനങ്ങളിലും എത്തിപ്പെട്ടിരിക്കുന്നത്. ചാഹേ ധർമ്മ ബദലി കിയ ചാഹേ ദേശ് ബദലി കിയ ലേക്കിൻ സേവാ കേ ലിയേ ഹി ഗയേ ഹോ. നിങ്ങൾ ധർമ്മം മാറിയവരായിരിക്കാം അഥവാ നിങ്ങളുടെ ദേശം വേറെയായിരിക്കാം, പക്ഷേ സേവനത്തിനു വേണ്ടിയാണല്ലോ നിങ്ങൾ അവിടെയൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത്. യാദ് കോൺസാ ഘർ ആത്താ ഹെ. എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഏത് വീടാണ് ഓർമ്മ വരിക? മധുബൻ യാ പരംധാം. മധുബനമാണോ അഥവാ പരംധാമമാണോ? സേവാസ്ഥാൻ पर सेवा करते भी सदा ही मधुबन और मुरली यही याद रहते हैं ना. സേവാസ്ഥാനങ്ങളിൽ ഇരുന്ന് സേവനം ചെയ്യുമ്പോഴും നിങ്ങൾ കുട്ടികൾക്ക് മധുബനവും പിന്നീട് ബാബയുടെ മുരളിയല്ലേ ഓർമ്മ വരാറുള്ളത്? ആഫ്രിക്ക മേ ബി സേവ അർത്ഥ ഗയേ ഹോന. ബാബ്ദാദ പറയാണ്, നിങ്ങൾ ആഫ്രിക്കയിൽ പോയത്, അതായത് അവിടെ ജനിച്ചവർ ബാബയുടേതായിരുന്നെങ്കിൽ പോലും ബാബ ഓർമ്മപ്പെടുത്താണത് സേവാർത്ഥമാണല്ലോ. സേവാനെ ജ്ഞാൻ ഗംഗ ബനാദിയ. ഈ സേവനം നിങ്ങളെ ജ്ഞാനഗംഗയാക്കി. ജ്ഞാൻ ഗംഗാവോ മേ ജ്ഞാൻ സ്നാൻ കർ ആജ് കിത്തനെ പാവൻ ബൻ ഗയേ. ജ്ഞാനഗംഗേരായ നിങ്ങളിൽ ജ്ഞാനസ്നാനം ചെയ്ത് ഇന്ന് എത്ര പേരാണ് പാവനരായിട്ടുള്ളത്? बच्चों को भिन्न भिन्न स्थानों पर सेवा करते हुए देख बाप दादा सोचते हैं कि മക്കൾ ഇങ്ങനെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ പോയി സേവനം ചെയ്യുന്നത് കണ്ട്
ബാപ്ദാദ ചിന്തിക്കാറുണ്ട്. कैसे कैसे स्थानों पर सेवा के लिए निर्भय बन बहुत लगन से रहे हुए हैं. എങ്ങനെയുള്ള സ്ഥാനങ്ങളാണെങ്കിലും കുട്ടികൾ സേവനത്തിനായി പോയി. എത്ര നിർഭയത്തോടു കൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ് സേവനം അനുഷ്ഠിക്കുന്നത്. अफ्रीकन लोगों का वायुमंडल उन्हों का आहार व्यवहार कैसा है. ആഫ്രിക്കയിലുള്ള ജനതയുടെ വായുമണ്ഡലം, അവിടുത്തെ അന്തരീക്ഷവും അവരുടെ ആഹാര വ്യവഹാര രീതികളൊക്കെ എങ്ങനെയുള്ളതാണ്. ഫിർ ഭി സേവാ കെ കാരൺ രഹേ ഹുയേ ഹോ. എന്നിരുന്നാൽ പോലും സേവനാർത്ഥം നിമിത്തമായ കുട്ടികൾ അവിടെ സേവനം അനുഷ്ഠിക്കുന്നു. സേവാ കാ ബൽ മിൽത്താ രഹത്താ. അവർക്ക് സേവനത്തിൻ്റെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കും. സേവാ കാ പ്രത്യക്ഷ ഫൽ മിൽത്താ ഹേ. സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലം അവർക്ക് ലഭിക്കുന്നു. വോ ഫൽ നിർഭയ ബനാ ദേത്താ. സേവനത്തിലൂടെ ലഭിക്കുന്ന ശക്തിയാണ് അവിടെയുള്ള ആത്മാക്കളെ, നിമിത്തരായിരിക്കുന്ന ആത്മാക്കളെ നിർഭയരാക്കി മാറ്റുന്നത്. अच्छा वरदान. कंबाइन स्वरूप की स्मृति द्वारा. कंबाइन स्वरूपത്തിൻ്റെ സ്മൃതിയിലൂടെ श्रेष्ठ स्थिति की सीट पर सेट रहने वाले सदा संपन्न भव. ശ്രേഷ്ഠ സ്ഥിതിയാകുന്ന സീറ്റിൽ സെറ്റായിരിക്കുന്ന സദാ സമ്പന്നനായി ഭവിക്കൂ. विशदीकरण. संगम युग पर शिव शक्ति के कंबाइन रूप की स्मृति में रहने से സംഗം യുഗത്തിൽ ശിവശക്തിയുടെ കമ്പൈൻ രൂപത്തിൻ്റെ സ്മൃതിയിലിരിക്കുന്നതിൽ നിന്നും ഹർ അസംഭവ് കാര്യ സംഭവ് ഹോ ജാത്ത. ഏതൊരു അസംഭവമായ കാര്യവും സംഭവമായി തീരും. യഹി സർവശ്രേഷ്ഠ സ്വരൂപ്. ഇത് തന്നെയാണ് സർവശ്രേഷ്ഠ സ്വരൂപം. ഈ സ്വരൂപ് में स्थित रहने से संपन्न भव का वरदान मिल जाता. ഈ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിൽ നിന്നും സമ്പന്നരായി ഭവിക്കൂ എന്ന വരദാനം നേടുന്നു. ബാപ്ദാദ സഭി ബच्चों को सदा सुखदायी स्थिति की सीट देते हैं. ബാപ്ദാദ എല്ലാ കുട്ടികൾക്കും സദാ സുഖദായി സ്ഥിതിയുടെ സീറ്റാണ് നൽകുന്നത്. सदा इसी सीट पर सेट रहो तो अतीन्द्रिय सुख के झूले में झूलते रहेंगे. സദാ ഈ സീറ്റിൽ സെറ്റായിരിക്കുകയാണെങ്കിൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കും. സിർഫ് വിസ്മൃതി കെ സംസ്കാർ സമാപ്ത് കറോ. എന്നാൽ വിസ്മൃതിയുടെ സംസ്കാരത്തെ നിങ്ങൾ ഇല്ലാതാക്കൂ. സ്ലോഗൻ. पावरफुल वृत्ति द्वारा आत्माओं को योग्य और योगी बनाओ. തൻ്റെ പവർഫുൾ ചിന്താധാരയിലൂടെ മറ്റുള്ള ആത്മാക്കളെ യോഗ്യരും യോഗികളും ആക്കി മാറ്റൂ. अच्छा मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ओम शांति.